നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പയനിയറിൻ്റെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള VSX LX 304 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AV റിസീവറാണ്. ഇത് 9.2 ചാനലാണിത്. പിന്നെ ഡോൾബി വിഷൻ ഉണ്ട്, ഡോൾബി അറ്റ്മോസ്, DTS:X ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുതിയ റിസീവറാണ്. ഇതിൻ്റെ മുന്നേ ഇറങ്ങിയത് VSX LX 303 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലായിരുന്നു. അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് പുതിയ മോഡൽ ഇറങ്ങിയതാണ് LX 304. ഇത് ബ്ലാക്ക് കളറാണ്. പിന്നെ മ്യൂസിക്കിന് കുറേ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഇൻ്റർനെറ്റ്, റേഡിയോ, സ്പോട്ടിഫൈ, ഡീസർ, അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഹൈ റെസൊല്യൂഷൻ ഓഡിയോ ഇതിൽ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ HDMI പുതിയ വെർഷനിൽ വരുന്നതാണ്. പുതിയ മോഡലായിട്ട് ഇറങ്ങിയതാണത്. 185 വാട്ട്സ് പെർ ചാനലാണിത് വരുന്നത്. ചാനൽ HDCP 2.2 ആണ്. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഡോൾബി വിഷൻ വരുന്നുണ്ട്. പിന്നെ ക്രോംകാസ്റ്റ് ബിൽറ്റിൻ ആണ്. ബ്ലൂടൂത്ത് ഉണ്ട്, വൈഫൈ സർട്ടിഫൈഡ് ആണ്. ഇതിൽ ഒരു FM ആൻറ്റിന ഉണ്ടാവും, AM ആൻറ്റിന ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു DC മൈക്ക്, കാലിബ്രേഷൻ ചെയ്യാനുള്ള ഒരു മൈക്ക് ഉണ്ടാവും. പിന്നെ ഒരു റിമോട്ട്, DC മൈക്ക് ഇതാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ചെറിയ ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഇത് സ്റ്റാൻഡ് ബൈ ബട്ടണാണ്, ഓൺ ഓഫ് ബട്ടൺ. പിന്നെ ഇത് ഹെഡ്ഫോണിൻ്റെ ഒരു ജാക്കാണ്. ഹെഡ്ഫോൺ വെച്ച് നമുക്ക് യൂസ് ചെയ്യാത്. അതേപോലെ ഇത് റൂം കാലിബ്രേഷൻ ചെയ്യണ മൈക്കാണ്, മൈക്ക് കണക്ട് ചെയ്യണ പോർട്ടാണത്. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ റൂം കാലിബ്രേഷൻ ചെയ്യുക. പിന്നെ ഇതൊക്കെ മെനു ബട്ടണാണ്. ഇത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മെനു എടുക്കുമ്പോഴാണ് ഈ ബട്ടണൊക്കെ ആവശ്യം വരിക. പിന്നെ FM അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. ഇൻപുട്ട് സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ. പിന്നെ ഫ്രണ്ടിലായിട്ട് ഒരു USB പോർട്ടും ഒരു HDMI പോർട്ടും ഉണ്ട്. അതേപോലെ നമുക്ക് ഓക്സ് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ വോളിയം. പിന്നെ ഇതിൻ്റെ മെനു സെലക്ഷൻ. നമ്മൾ ബ്ലൂറേ, DVD, ഗെയിം ബോക്സ് ഇതൊക്കെ ഇതിലാണ് സെലക്ട് ചെയ്യുക.
ഇതാണ് ഇതിൻ്റെ റിയർ വ്യൂ. അതിൽ ഇവിടെ വന്നിട്ട് ബ്ലൂടൂത്തിൻ്റെ ഒരു ആൻറ്റിന ഉണ്ടാവും, ഇത് വൈഫൈൻ്റെ ഒരു ആൻറ്റിന ഉണ്ടാവും. പിന്നെ ഇത് പവർ, ബാക്കിലൊരു USB പോർട്ട് ഉണ്ട്. ഇത് നമ്മൾ പ്രൈം സ്റ്റിക്ക്, ആമസോണിൻ്റെ ഒക്കെ പ്രൈം സ്റ്റിക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് USB പവർ കൊടുക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. 5 വോൾട്ട് ഔട്ടാണ്. ഫ്രണ്ടിൽ വേറെ ഒരു USB പോർട്ടും കൂടെ ഉണ്ട്. അതിൽ നമുക്ക് USB കണക്ട് ചെയ്തിട്ട് MP3 ഒക്കെ കേൾക്കാവുന്നതാണ്. ഇത് പിന്നെ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കാനുള്ള ഒരു പോർട്ടാണ്. പിന്നെ വരുന്നത് 6 HDMI ഇൻപുട്ടും 2 HDMI ഔട്ട്പുട്ടുമാണ് വരുന്നത്. ഒന്ന് മെയിൻ ARC ഉണ്ട്, പിന്നെ ഒന്ന് സബ്, വേറെ HDMI ഔട്ടും കൂടെ ഉണ്ട്. പിന്നെ വന്നിട്ട് ഇതാണ് നമ്മളെ സ്പീക്കർ ഔട്ട് വരുന്നത്. ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, സെൻറ്റർ, സറൗണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്. പിന്നെ അറ്റ്മോസ് ആയിട്ട് കൊടുക്കുമ്പോൾ സീലിംഗ് ഹൈറ്റ്, അതേപോലെ ബാക്ക് ചാനൽ, ബാക്ക് സറൗണ്ട്, അതാണ് വരുന്നത്. 9 ഔട്ട്പുട്ടാണ് ഉണ്ടാവുക, സ്പീക്കർ കണക്ഷനായിട്ട് പോകുന്നത്. പിന്നെ അതേപോലെ 2 സബ് ഔട്ട് ഉണ്ടാവും. സബ് പ്രീ ഔട്ടായിരിക്കും, അതായത് പവേർഡ് സബ് വൂഫർ വേണം കൊടുക്കാൻ. ഒന്ന് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്ന് കൊടുക്കാനുള്ള ഒരു പോർട്ടാണ്. പിന്നെ ഇതൊക്കെ നമ്മളെ പഴയ TV-യിലേക്ക് കണക്ഷൻ കൊടുക്കാനും DVD, അതിൻ്റെ CD, പഴയ കണക്ടിവിറ്റിയാണ്. ഇതിനെപ്പറ്റി പിന്നെ അധികമൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം ഇപ്പോൾ എല്ലാവരും ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഒക്കെ LED TV, പ്രൊജക്ടറൊക്കെ ആകുമ്പോൾ കൂടുതലും HDMI പോർട്ട് ഒക്കെയാണ് യൂസ് ചെയ്യുക. അതേപോലെ നമ്മളെ ഒപ്റ്റിക്കൽ ഔട്ട്പുട്ടും ഇപ്പോൾ അധികാരം യൂസ് ചെയ്യുന്നില്ല, എല്ലാ HDMI വഴി തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. പിന്നെ മെയ്ഡ് മലേഷ്യയാണ്. $220 നമ്മളവിടുത്തെ ഇന്ത്യൻ കറണ്ട് തന്നെ യൂസ് ചെയ്യാം. മൊത്തം 760 വാട്ട്സ് ആണ് പവർ കൺസംഷൻ വരിക. റിയർ വ്യൂ ഒക്കെ മെറ്റൽ ബോഡിയാണ്. ട്രാൻസ്ഫോമർ ടൈപ്പാണ്, അതായത് SMPS അല്ല. ഹർമൻ ഗാർഡൻ എന്ന് പറയുന്ന മോഡലൊക്കെ SMPS ആണ് വന്നുകൊണ്ടിരുന്നത്. ഇത് ട്രാൻസ്ഫോമർ ടൈപ്പാണ്. അതുകൊണ്ട് ഭയങ്കര വെയിറ്റാണ്, ഒരു 12-13 കിലോ വെയിറ്റ് ഉണ്ടാവും ഏകദേശം. പിന്നെ ചെറിയൊരു റിമോട്ടാണ്. സെലക്ഷൻ മെനു, ബ്ലൂടൂത്ത്, HDMI സെലക്ഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ വരും. ഇത് നമ്മൾ TV-യിൽ കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊജക്ടർ കണക്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മളെ പയനിയറിൻ്റെ മെനു കിട്ടും. അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള നാവിഗേഷൻ മെനു ആണ്, നാവിഗേഷൻ കീ ആണിത്. പിന്നെ അതിൽ ഡയറക്റ്റ് ഇവിടെ വെച്ചിട്ട് സെറ്റിങ്സ് ഇവിടെ നിന്ന് എടുക്കാം. ബ്ലൂടൂത്ത്, പിന്നെ ടോൺ കൺട്രോൾ, സറൗണ്ട് സെലക്ഷൻ, DTS, ഡോൾബി അറ്റ്മോസ്, അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണുകളൊക്കെ ഉണ്ട്. പവർ കേബിളാണ് അതിൻ്റെ.
നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഇത് പ്രൊജക്ടർ ആയതുകൊണ്ട് ഇവിടെ വെളിച്ചം തീരെ പറ്റില്ല, അതുകൊണ്ടാണ് ലൈറ്റ് ഓഫ് ചെയ്തത്. ഇതാണ് ഇനീഷ്യൽ സെറ്റപ്പ്. ഇവിടെ നിന്ന് നമ്മളങ്ങനെ നെക്സ്റ്റ് അടിച്ച് പോകണം. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇതിവിടെ 7.1.2 അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. 4.1.4 ആ സെറ്റപ്പിൽ ചെയ്യാം. 5.1.4 അറ്റ്മോസ്. സീലിങ്ങിൽ 4, ഗ്രൗണ്ടിൽ 5, 9 സ്പീക്കർ. ഇതിലാണ് സാധാരണ ഒരുവിധം എല്ലാവരും സെറ്റ് ചെയ്യുക. പിന്നെ 2.1, 3.1, 4.1, 5.1, 6.1, 7.1 ഈ മോഡിലൊക്കെ ഇത് സെറ്റ് ചെയ്യാം. സ്പീക്കറിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് വെച്ചാൽ അതേപോലെയൊക്കെ ചെയ്യാം. ലൈറ്റ് ചാനൽ പിന്നെ ഇതിൽ ഒരുപാട് സ്പീക്കർ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ സ്പീക്കർ ഇതിന് കണക്ട് ചെയ്തിട്ടില്ല. അത് സ്പീക്കർ കണക്ട് ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഈ മൊബൈലിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര ഒരു ക്വാളിറ്റിയിലൊന്നും കേൾക്കാൻ പറ്റില്ല. അത് നമ്മൾ ഡയറക്റ്റ് കേട്ടാൽ തന്നെ അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. അതേപോലെ ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഇമ്പഡൻസ് സെറ്റ് ചെയ്യുന്നത്. സ്പീക്കറിന് എത്രയാണ് ഇമ്പഡൻസ് വരുന്നത് അതിനനുസരിച്ച് ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഇമ്പഡൻസ് മാറ്റി കൊടുക്കുക. 4 ohmsലാണ് ഇപ്പോൾ ഇതുള്ളത്. ഇപ്പോൾ 6 ആക്കാം. സെറ്റപ്പ് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് പോകണം, എന്നാലേ ഇതിൻ്റെ മെയിൻ ആംപ്ലിഫയർ സെക്ഷൻ ഓൺ ആവുള്ളൂ. ഏതൊക്കെ സ്പീക്കർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചൊക്കെ ഇത് ഓൺ ഓഫ് ഒക്കെ ചെയ്യാം. ടെസ്റ്റ് ടോൺ നമുക്ക് കിട്ടും. ഓരോ ചാനൽ നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ചാനൽ വർക്ക് ചെയ്യണ്ടോയെന്നല്ല അറിയാൻ ആ സ്പീക്കർ മാത്രം നമുക്ക് സൗണ്ട് ഔട്ട്പുട്ട് വരുന്നതാണ്. ടെസ്റ്റ് ടോൺ എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ ഒഡീസി കാലിബ്രേഷൻ മൈക്ക്. ഇതാണ് ഇത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല, അതിനത് മൈക്കെല്ലാം കണക്ട് ചെയ്യണം. അതിന് അത് അക്കോസ്റ്റിക് ചെയ്യുന്ന റൂമിനാണ് ഏറ്റവും കൂടുതൽ അത് എഫക്റ്റീവ് ആവുക. ഇത് ഡോൾബി അറ്റ്മോസിലുള്ള ഒരു ഫയലാണ്, മാക്സ് ആണ്. ഇത് ഡോൾബി അറ്റ്മോസ് ഫയലുള്ളതാണ്. നമ്മൾ വർക്ക് ചെയ്യിക്കുന്ന ഫയലിൽ ഏതാണ് ഓഡിയോ ഡീകോഡ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ആണ് ഈ ഡിസ്പ്ലേയിൽ ഇതിൻ്റെ ഇത് കാണിക്കുക. ഇപ്പോൾ ഡോൾബി ട്രൂ HD ആണെങ്കിൽ ഡോൾബി ട്രൂ HD കാണിക്കും, DTS ആണെങ്കിൽ DTS കാണിക്കും, അറ്റ്മോസിൽ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അറ്റ്മോസ് കാണിക്കും. അത് റെക്കോർഡിംഗ് ഇല്ലാത്ത ഒരു ഡിസ്കോ അല്ലെങ്കിൽ ഫയലോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൽ അറ്റ്മോസിൻ്റെ ഇവിടെ ഡിസ്പ്ലേയിൽ കണ്ടോളണമെന്നില്ല, അതിൻ്റെ ക്വാളിറ്റി കിട്ടൂല. ഇപ്പോൾ ഇത് അറ്റ്മോസിലുള്ള ഫയലാണ്. അറ്റ്മോസിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അത് ഫയൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അത് അറ്റ്മോസ് സെറ്റ് ചെയ്തിട്ടില്ല. അതിപ്പോൾ ഗ്രൗണ്ടിൽ 5.1 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇത് 9.1 ചാനൽ സെറ്റ് ചെയ്യുമ്പോൾ അത് എല്ലാ ചാനലിലും അത് ഔട്ട്പുട്ട് വരുന്നതാണ്. പിന്നെ അതിൽ തന്നെ കുറേ റോക്ക്, ഹോള് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതുണ്ട്. സ്റ്റീരിയോ ആ മോഡിലൊക്കെ വർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പയനിയറിൻ്റെ LX304
പിന്നെ ഇതിൽ തന്നെ നമുക്ക് കുറേ കാലിബ്രേഷൻ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയൊക്കെ ചെയ്യാം. ബേസ് കുറക്കാം, ട്രബിൾ കൂട്ടാം, പിന്നെ അതിൻ്റെ ഡെപ്ത് കാര്യങ്ങൾ, dB കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് ഒരു വേറെ ലെവലിൽ വരും. ഒരു ഒരേ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഒരു റിസീവറിനെ തന്നെ നമുക്ക് പല സൗണ്ട് ക്വാളിറ്റിയിലേക്ക് മാറ്റാൻ പറ്റും. ടോൺ കൺട്രോൾ ചെയ്തിട്ട്. പിന്നെ ബേസിക്കായിട്ട് ചില ബ്രാൻഡിന് ഒരു സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അത് ഇപ്പോൾ പയനിയറിൻ്റെ ക്വാളിറ്റി ആവില്ല ഡെനന് ഉണ്ടാവുക, ആ ക്വാളിറ്റി ആവില്ല മറാൻസിന് ഉണ്ടാവുക. ഒക്കെ ഡിഫറെൻറ്റ് ടോണാണ്. പിന്നെ ഇപ്പോൾ വരുന്നത് ഓങ്ക്യോ പയനിയറാണ്. അവർ 2 കമ്പനി കൂടെ മെർജായിട്ട് ഒരു കമ്പനിയായിട്ടാണ് ഇപ്പോൾ വരുന്നത്. എല്ലാ റിസീവറും ബേസിക്കായിട്ട് ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. മെനു കാര്യങ്ങൾ, സെറ്റിങ്സ് എല്ലാം ഇപ്പോൾ ഡെനോൺ ആണെങ്കിലും മറാൻസ് ആണെങ്കിലും ഒരു കൂടുതലായിട്ട് ഒന്നും ഇല്ല. എല്ലാ ബ്രാൻഡുകളും ഏകദേശം ഓരോ കാറ്റഗറിയിൽ വരുന്ന ആമ്പുകളൊക്കെ ഏകദേശം ഒരേപോലെ ആയിരിക്കും. ഇപ്പോൾ ഇതിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്നത് ഇപ്പോൾ മറാൻസിൽ 6013 എന്ന് പറഞ്ഞ മോഡലാണ്. അതേപോലെ ഡെനണിൽ 3500, 3600 ആ മോഡലുകളൊക്കെയാണ് ഇതിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന മറ്റുള്ള ബ്രാൻഡുകളിലുള്ള മോഡലുകൾ. അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സെയിം ആണ് പറയാം. പിന്നെ ചെറിയ ഓരോ കമ്പനികളായ അവരുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അവരുടേതായ കുറച്ച് ടോണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ബേസിക്കായിട്ടെല്ലാം ഒരേ കാറ്റഗറിയിൽ വരുന്ന എല്ലാം സെയിം തന്നെ ആയിരിക്കും ഏകദേശം. പിന്നെ ഇത് ഒരു ഫുൾ റിവ്യൂ അല്ല, ഞാൻ ഈ ഒരു മോഡല് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഒരുവിധം അത്യാവശ്യ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ഒരുപാട് സംഭവങ്ങൾ വേറെ ഉണ്ട്. ഫുള്ളായിട്ടുള്ള ഒരു റിവ്യൂ ആണെന്ന് പറയാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ ഇനിയുണ്ട് ഇതിൽ. അത് കംപ്ലീറ്റ് നമ്മൾ ഒരു എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് സമയം വേണം. വലിയ ലെങ്ത്തുള്ള ഒരു വീഡിയോ ആയി പോകും. ഇതന്നെ ഇപ്പോൾ കുറച്ച് ലെങ്ത്തുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഇത്രയും ലെങ്ത്തുള്ള ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ കൂടുതൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇതിൽ കൊടുക്കാം, നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി.